സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഒരു താര കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. ചാനലുകളിലെ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായിട്ടുള്ള കരിയറും വരുമാന മാർഗവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സിന്ധു മക്കളായിട്ടുള്ള അഹാന, ദിയ, കൃഷ്ണ, ഇഷാനി, അതുപോലെ ഹൻസിക എല്ലാ ചാനലുകളിലൂടെയും തങ്ങളുടെ വിശേഷണങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്. സ്വന്തം വീട്ടിലെ എന്നതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമാ കരിയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ തന്നെ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസികയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇഷാനിയും സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കാളിദാസ് ജയറാമിന്റെ നായികയായിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ സിന്ധു കൃഷ്ണയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം തന്നെയാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് ഇപ്പോൾ കൂടുതൽ വരുമാനം നേടുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വ്ലോഗുകൾ സിന്ധു പങ്കിടും. അതുമാത്രവുമല്ല, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് സിന്ധുവിന്റെ ബ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടുകയും വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവെച്ച ഒരു ബ്ലോഗ് പുതിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. പുതിയ ബ്ലോഗിൽ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമാണ് സിന്ധു ഏറെയും സംസാരിക്കുന്നത്. ഞാൻ ഹൻസുവിനോടൊപ്പം ഒരു പ്രൊമോഷൻ ഷൂട്ടിന് പോയപ്പോൾ അമ്മയുടെ ഒരു കോൾ എനിക്ക് വന്നു. അച്ഛൻ പ്രതികരിക്കുന്നില്ല, ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല, അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വിളിച്ചത്. അമ്മ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. പിന്നെ ഞാൻ ആകെ ടെൻഷനായി. ആരെ വിളിക്കും, എന്ത് ചെയ്യും എന്നൊക്കെ ആകെ ഒരു വെപ്രാളം. ഓടിയെത്താൻ പറ്റുന്ന ഒരു ദൂരത്തിലായിരുന്നില്ല ഞാൻ. 45 മിനിറ്റോളം എങ്ങനെ വേണ്ടിവരും. ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു. അച്ഛന് നിരന്തരമായി കാണിക്കുന്ന അടുത്തുള്ള ആശുപത്രിയിലേക്കും വിളിച്ചു. കിംസിന്റെ ചെറിയൊരു ക്ലിനിക്ക് ഡാഡിയുടെ വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് ഞാൻ വേഗം വിളിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു വൈകാതെ കിച്ചു അവിടെ എത്തി. കിച്ചു എത്തിയപ്പോൾ ഡാഡിക്ക് അനക്കമില്ലായിരുന്നു, പക്ഷേ പൾസ് ഉണ്ടായിരുന്നു. ഷുഗർ ലോ ആയതാണ്. ഉടനെ ഡോക്ടറും ആംബുലൻസും എല്ലാം ഡാഡിയെ രക്ഷിക്കാൻ വീട്ടിലെത്തി. ഉടനെ തന്നെ അവർ സ്ട്രെച്ചറിൽ കയറ്റി ഡാഡി ആംബുലൻസിൽ എത്തിച്ച് ട്രിപ്പും മെഡിസിനും എല്ലാം നൽകി വേഗം ആശുപത്രിയിൽ എത്തിച്ചു. അതോടെ ഡാഡിക്ക് പൾസ് നോർമലായി ബോധം തിരിച്ചു വന്നു. എത്തിച്ചേരും വരെ അവിടെയുള്ളവരെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഡാഡിയുടെ കണ്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അച്ഛന് പെട്ടെന്നുണ്ടായ അവസ്ഥയെക്കുറിച്ച് സിന്ധു വിശദീകരിച്ച് പറഞ്ഞത്. അച്ഛനെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന CCTV ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പകർത്തിയ വീഡിയോകളും എല്ലാം ഈ ഒരു ബ്ലോഗിനൊപ്പം സിന്ധു ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ അച്ഛൻ സ്ട്രെച്ചറിൽ കിടക്കുന്ന രംഗങ്ങൾ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയതിനും ആ രംഗത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതിനുമാണ് സിന്ധു കൃഷ്ണയ്ക്ക് വിമർശനം നേരിടുന്നത്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടിയാണ് സിന്ധു ചെയ്തത് എന്നാണ് ആളുകൾ പ്രതികരിച്ചത്. പുര കത്തുമ്പോഴും ലക്ഷ്യം വരുമാനം മാത്രമാണെന്ന് തോന്നിയെന്നും ചിലർ കുറിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്ത്, അച്ഛൻ ICUവിൽ കിടക്കുമ്പോഴും ഒരു ലേറ്റ് ഓണം എന്ന് പറഞ്ഞ് ഓണപരിപാടി നടത്തിയ കുടുംബമാണ്. ഏറ്റവും ഭയപ്പെടുത്തിയത് CCTV ദൃശ്യങ്ങൾ ചേർത്തത് മാത്രമല്ല, ആ ബ്ലോഗിലെ ആ രംഗം വരുന്ന ഭാഗങ്ങളില് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൂടി അതിൽ ആഡ് ചെയ്തു എന്നതായിരുന്നു. അച്ഛന്റെ അസുഖ വിവരം പോലും പങ്കിടുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണെന്ന് തോന്നി. സ്വന്തം പിതാവ് ഒരു അത്യാസന്ന നില തരണം ചെയ്ത് വന്നതേയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ മറ്റൊരാൾക്കൊപ്പം ചെന്നൈയിലേക്ക് അയച്ചത് ശരിയായില്ല. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ തന്നെയാണ് സിന്ധുവിന് ആരാധകരിൽ നിന്ന് നേരിടുന്നത്. അതേസമയം കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകർ ചിലർ പ്രതികരിച്ചും എത്തിയിട്ടുണ്ടായിരുന്നു. സ്വന്തം മാതാപിതാക്കളെ ഏറ്റവും നന്നായിട്ട് തന്നെ നോക്കുന്നത് എന്നായിരുന്നു അനുകൂലിച്ചു വന്ന ചില പ്രതികരണങ്ങൾ. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇപ്പോൾ സിന്ധു കൃഷ്ണ ഏറ്റുവാങ്ങുകയാണ്. എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ പങ്കിട്ട ഒരു വീഡിയോയും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേ എന്ന ചാനൽ തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തു എന്നുള്ള സംഭവമാണ് വീഡിയോയിൽ നടൻ വിശദീകരിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കാൻ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സോണൽ ഓഫീസ് തമിഴ് നടന്മാരായ K. ശ്രീകാന്തനും കൃഷ്ണകുമാറിനെ സമൻസ് അയച്ചിരുന്നു. ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ചാനൽ ഉപയോഗിച്ചത് കൃഷ്ണകുമാറിന്റെ ഫോട്ടോ ആയിരുന്നു. TRPക്ക് പിന്നാലെയും ബ്രേക്കിങ്ങിന് പിന്നാലെയും പായുന്ന ആ തിരക്കിൽ ചാനലുകൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താതെ വാർത്തയുമായിട്ട് ഒരു തരത്തിൽ ബന്ധമില്ലാത്തവരുടെ ഫോട്ടോകൾ പേര് മാത്രം സമാനമായതിന്റെ പേരിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഏറ്റവും പുതിയ ഇര കൃഷ്ണകുമാർ തന്നെയാണ്. വാർത്തകൾ ചെയ്യും മുൻപ് തന്നെ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇത്തരം വിഷയങ്ങളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മത പാലിക്കാൻ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും പുതിയ വീഡിയോയിലൂടെ കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചു. കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു:
തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്നൊരു നടൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഒക്ടോബർ 24-ന് ഇന്ത്യ ടുഡേ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട്. അതിൽ എന്റെ ചിത്രങ്ങളാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യ ടുഡേ ചാനലിന്റെ ഈ പ്രവൃത്തി പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനും എന്റെയും എന്റെ കുടുംബത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ മങ്ങലേൽപ്പിച്ചതും ഈ വിഷയത്തിൽ അതീവ ഗുരുതരമുള്ളതായതിനാലും ഞാൻ ഇന്ത്യ ടുഡേക്ക് ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമെതിരെയും നിയമ നടപടി ആരംഭിച്ച് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. അതിനുശേഷം തങ്ങൾക്ക് പറ്റിയ പിഴവ് സമ്മതിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ചാനലിന്റെ ഗ്രീവൻസ് മാനേജറിന്റെ പേരിൽ ഒരു എന്റെ ലോയറിന് ലഭിച്ചു. ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇനി ഇത്തരം വിഷയങ്ങളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മത പാലിക്കണമെന്നും എല്ലാ സ്ഥാപനങ്ങളോടും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ചാനലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും മാപ്പിൽ ഒതുങ്ങാത്ത കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം ഈടാക്കുവാൻ വേണ്ടി കൃഷ്ണകുമാറിനെ ഉപദേശിച്ചാണ് ഏറെയും കമന്റുകൾ വരുന്നത്.